ട്രീയുടെ പൊക്കത്ത് വെക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ക്യാപ്പാണ് കേട്ടോ മേടിച്ചത്. ക്രിസ്മസ് ട്രീ മേടിക്കണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് ഒരു മാസമാകാറായി. പക്ഷെ ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് ആവും. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാനായിട്ടൊരു സമയം കിട്ടുന്നില്ല. മെയിൻലി ഞാനും ശ്രീ ഒരുമിച്ച് വരാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്ക് ഒരുമിച്ച് വരാനായിട്ട് ഇത്രയും ദിവസമായിട്ട് സമയം കിട്ടിയില്ല. എല്ലാവരുടെയും വർക്കോ പിന്നെ അതുമാതിരി കോളേജും അതിൻ്റെ എല്ലാം കൂടി തിരക്ക് കാരണം കൊണ്ട് അവൾക്ക് ഫൈനൽസും സബ്മിഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാനേ പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് ഇന്നാണ് ഇപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് ട്രീയും ഓർണമെൻറ്റ്സും എല്ലാം കൂടി മേടിക്കാനായിട്ട്. Beautiful, so elegant, looking like a wow. എല്ലാം നല്ല അടിപൊളി ഓർണമെന്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരു ഗ്രീനിനകത്ത് വൈറ്റ് സ്നോയിഷ് ആയിട്ടുള്ള ഒരു ട്രീ വെക്കണം എന്ന് ഓർത്തത്. കൂടുതലും വൈറ്റ് ആയിട്ട് കാണാൻ പാകത്തിനുള്ള ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഗ്ലാസ് ഓർണമെന്റ്സ് ആണ്. നമ്മുടെ ബ്രൂസ് കൂട്ടന് ഒന്ന് കയറി നിറങ്ങാനുള്ളതേ ഉള്ളൂ. ഓർണമെന്റ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഒരു ഇന്ത്യൻ ബുഫേ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടുത്തെ ഒരുവിധ ഐറ്റംസ് എല്ലാം നല്ലതാണ്. പ്രത്യേകിച്ചും ബട്ടർ ചിക്കൻ തന്തൂരി ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. ആൻഡ് ദെൻ ഇവരുടെ സ്വീറ്റ്സും എനിക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരുന്നു ലിച്ചി ഹൽവ. അത് നമ്മൾ ആ ഹൽവ കഴിക്കുമ്പം ലിച്ചിയുടെ ബൈറ്റ്സും നമുക്ക് കിട്ടുമായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവർക്ക് പാനിപൂരിയുടെ ഫുൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പാനിയൊക്കെ ഇങ്ങനെ കുടിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രജി മാംഗോ ലസ്സി ഓർഡർ ചെയ്തു. ഞാനൊരു ഗരമാഗരം മസാല ചായയും കൂടി കുടിച്ച് നമ്മളുടെ ലഞ്ച് അടിപൊളിയായിട്ട് കഴിച്ചു. ഞാൻ ക്രിസ്മസിന് ഈ ഗിഫ്റ്റ് എടുത്തത് ഈ ഹുഡി രജിയോട് പറഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം പുള്ളി അവിടെ ഇരിക്കണം ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെയാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു ഡൗട്ട് അടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെയാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കറിയില്ല പുള്ളി സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഞാൻ സർപ്രൈസായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അത് ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു ബാഗ് ഇങ്ങനെ എടുത്തപ്പോൾ അങ്ങ് കണ്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും പാക്ക് ചെയ്തിപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമ്മൾ മേടിച്ച ഓർണമെൻറ്റ്സും ട്രീയും എല്ലാം നമ്മളത് സെറ്റപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴത്തേനും ബ്രൂസ് എത്തിക്കഴിഞ്ഞു. അവൻ എല്ലാ കാര്യവും അറിയണം. ഹീ ഈസ് വെരി ക്യൂറിയസ് ടു നോ അബൌട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്. എല്ലാത്തിനും പുള്ളിയുടെ എന്താ പറയണത് പ്രസൻസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബ്രൂസിന് അവന്റെ ക്രിസ്മസ് ഡ്രസ് ഒക്കെ ഇടിയിപ്പിച്ചു കൊടുത്തു. അവൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണതൊക്കെ വളരെ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ചെറിയ ട്രീ ഉണ്ടായിരുന്നു, ആ ട്രീ എടുത്ത് അത് സെറ്റ് ചെയ്യാനായിട്ടിരുന്നു. രജിയും ശ്രീയും കൂടി വലിയ ട്രീ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ആകെ കുളമാക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കംപ്ലൈന്റിന്റെ പേരിൽ വേണമെങ്കിൽ പോയി കുഞ്ഞു ട്രീ എടുത്ത് ഞാൻ അവിടെ ഇരുന്നു. ഫിഷ് ഇവിടെ തൂക്കാനുള്ളതാട്ടോ. ഇവിടെ ബൂച്ചും മമ്മിയും കൂടി ബൂച്ചി വേണം. പെർഫെക്റ്റ്. നീ ബോർഡ് എവിടെയെങ്കിലും ഇവിടെ യെസ്. ട്രീയുടെ പൊക്കത്ത് വെക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ക്യാപ്പാണ് കേട്ടോ മേടിച്ചത്. ഇതിന്റെ പുറത്തൊരു ലൈറ്റ് പതിപ്പിക്കണം അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലായിരുന്നു. ഞാൻ അന്നേരം അപ്പനോട് എത്ര പ്രാവശ്യം പറഞ്ഞു ലൈറ്റ് എടുക്കാൻ നമുക്കൊന്ന്. अच्छा इसका पीछे का दिखना है, उधर से खड़ा कर. अच्छा so looking beautiful, looking like a wow. Papa see who is coming out. Okay, let's see what comes out first. Hey, what is this one? वो देख रहा
നിന്റെ ഗിഫ്റ്റ് നിധി അങ്ങനെ വലിച്ചു കൊണ്ടുപോവാ അഭിയായി ഒന്ന് വന്നു Yes, yes. Cat and a rat. അവൻ തയ്യാറി कर रहे अभी. Yeah. आना तो आगे लिखे ना पुन्नू Yes. Next one. छोड़ He's so gentle. Oh. Okay. Yes, I can see one Forever 21 gift card. You know. Oh. Direct. Wow. ഇനി എന്ത് ഗിഫ്റ്റ് എന്നാ നോക്കട്ടെ. Wow. ഗരം പാനി. Yes. എനിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളതായിരുന്നു. ഈ തൊട്ടിട്ടായിരിക്കും എന്റെ പുതിയ മഗ്. परफेक्ट तो मेरा काला वाला अपने वापस ले सकते हैं ना ഞാൻ ജോലിക്ക് പോകുമ്പോൾ പുതിയതിക്ക് ഇതായിരിക്കും കൊണ്ടുവരുന്നത്. so I'll take back my काला वाला രജിക്ക് ഞാൻ രജിയുടെ തിരിച്ചു കൊടുത്തേക്കാം. റിയലി എൻജോയ് പിടിച്ചു വെച്ചേക്കും. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കി ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ബ്രൂസിന്റെ കൂട്ടത്തിൽ ആഘോഷിച്ചു.